ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. അപ്പോൾ നമ്മളിന്ന് നല്ല നേരം വൈകിട്ടാണ് എണീറ്റ് വന്നിട്ടുള്ളത്. ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. എണീറ്റ് വന്ന ഉടനെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഒരു കപ്പ് വെള്ളം വെറും വയറ്റിൽ കുടിക്കും. ലെമൺ ജ്യൂസ് ചെയ്ത വെള്ളമാണ് ഞാൻ കുടിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ശീലമില്ലാത്തവർ ഇത് തുടങ്ങണ്ട. കാരണം അസിഡിറ്റി പ്രോബ്ലം, പുളിച്ചുകാട്ടുള്ള അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വർഷങ്ങളായിട്ടുള്ളൊരു പഴക്കമായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല, ഇത് പുറത്തുനിന്ന് മേടിച്ചാണ്. ഇപ്പോൾ വെള്ളയപ്പവും കുറുമക്കറിയാണ് മേടിച്ചത്. പാല് തിളപ്പിക്കാൻ വെച്ചാൽ കേട്ടോ, അത് കണ്ണ് തെറ്റി അപ്പം തിളച്ച് പോവും, അതങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒപ്പം തന്നെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ചായക്ക് കൂടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ചായ വെച്ചിട്ട് നമുക്ക് വെള്ളയപ്പവും കുറുമക്കറിയും കഴിക്കാം. ചായക്കായി ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നു കേട്ടോ. ഇത് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. സവാളയൊക്കെ അരിഞ്ഞ് വഴറ്റുകയാണ്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് വഴറ്റുന്നുണ്ട്. ആ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ പൊടികളും ഞാൻ ചേർത്തിട്ട് വഴറ്റുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ബീഫ് മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. അതായത് അതിൻ്റെ പച്ചമണമൊക്കെ വിട്ടു പോകുന്ന പോലെ നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് ഞാനത് കുക്കറിലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബീഫും മസാലയും, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് തൂവി പോവില്ല. അപ്പോൾ ഞാനതൊരു 10 വിസിലോളം വന്നു. എന്നിട്ട് ഓഫ് ചെയ്ത് പിന്നെ തുറന്നിട്ട് ഞാനൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറിയൊക്കെ നമുക്കിവിടെ റെഡിയായി. ഇനി ചോറ് കഴിക്കാം. ഒരു മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനെടുത്തു. അത് കഴിഞ്ഞ് ഒരു ഉറക്കവും കഴിഞ്ഞ് വന്ന ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായ വെച്ച് കുടിക്കുകയാണ്. ഞാൻ അങ്ങനെ 2 ചായ ഒരു ദിവസം കുടിക്കും, രാവിലെയും പിന്നെ വൈകുന്നേരം. കുറച്ച് പാലും കുറേ വെള്ളം, അങ്ങനെയാണ് ഞാൻ ചായ വയ്ക്കുക. അങ്ങനെ ചായ വെച്ചു. അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ണ് തെറ്റി അപ്പം അതും തിളച്ച് പോകും. ഈ പാലിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം നമ്മൾ ചായ ഇതേ പൊടിയൊക്കെ ഇട്ടു. ചായയായി, ജനലിൻ്റെ അവിടെ വന്നിരുന്ന് കുടിച്ചു. എന്നിട്ട് ഞാൻ മേല് കഴുകാൻ വേണ്ടി പോവുകയാണ്. ഇനി മേല് കഴുകി വന്ന് വിളക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഫുൾ ഡേ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാനിത് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബൈ ഓൾ, ടേക്ക് കെയർ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി